തിരുവിതാംകൂർ കൊട്ടാരവുമായും മഹാരാജാവ് തിരുമനസ്സുമായും ഏറ്റവും വ്യക്തിബന്ധമുള്ള ഒരാളാണ് അടുത്തതായി ഈ വേദിയിലേക്ക് എത്തുന്നത്. കേരള യൂണിവേഴ്സിറ്റിയുടെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലെ റീഡറായി റിട്ടയർ ചെയ്ത ശ്രീ MG ശശിഭൂഷൺ സാർ ഗവേഷകനാണ്. അദ്ദേഹത്തെ ഞാൻ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് ആനയിക്കട്ടെ. സാറ് എത്ര വർഷമായിട്ട് തിരുമനസിനെ അറിയാം? തിരുമനസിനോട് ആദ്യം കാണുന്നത് എങ്ങനെയാണ്? ഞാൻ തിരുമനസിനെ കാണുകയും അഭിവാദ്യം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അടുത്ത് സംസാരിക്കുന്നത് ഒരു 10-12 വർഷം മുമ്പാണ്. എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് ചിത്ര തിരുനാൾ മഹാരാജാവിനെ പറ്റിയുള്ള ഈ തിരുമനസിൻ്റെ പരാമർശങ്ങളാണ്. ജ്യേഷ്ഠൻ തിരുമനസ്സെന്നേ പറയുകയുള്ളൂ. പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ തിരുമനസിൻ്റെ കണ്ണ് നിറഞ്ഞു. പിന്നീടും ഇത്തരം സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. ചിത്ര തിരുനാൾ മഹാരാജാവിനെ പറ്റി എപ്പോൾ പറയുമ്പോഴും ഈ തിരുമനസിൻ്റെ കണ്ണ് നിറയും. നമ്മളൊക്കെ പഠിച്ചിട്ടില്ലേ പുരാണങ്ങളിൽ, ഇതിഹാസങ്ങളിൽ ശ്രീരാമൻ ലക്ഷ്മണൻ എങ്ങനെ ആ അപൂർവമായ ബന്ധത്തെപ്പറ്റി. സമാനമായ ഒരു അപൂർവമായ ബന്ധമാണ് ഇരുവരും തമ്മിലുള്ളത്. അതെന്നെ വളരെ ശ്രദ്ധിക്കുകയും അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് തിരുമനസിനോട് ചോദിച്ചോട്ടെ, നമ്മുടെ തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി വിഗ്രഹത്തിൻ്റെ ഉള്ളൊരു പ്രത്യേകതയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു വിഗ്രഹം വേറെ എങ്ങും ലോകത്തില്ല. സാധാരണ വിഗ്രഹം എന്ന് വെച്ചാൽ ഗ്രഹിക്കുക, അറിവിനെ കിട്ടാനാണ് ഈ രൂപം കാണിക്കുന്നത്. അരൂപിയും ഓംനിപ്രസൻ്റ് ആയിരിക്കുന്ന ഒരു കാര്യത്തെ നമ്മളുടെ ചെറിയ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് സംഹരിച്ച് ചെറുതാക്കി നമുക്ക് മനസ്സിലാക്കത്തക്കത്തിൽ ഒരു രൂപത്തിലാക്കി കൊടുക്കുകയാണ്. അതാണ് വിഗ്രഹം ഉദ്ദേശിക്കുന്നത്. സാധാരണ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത് ശില, കരിങ്കല്ല്, അത് പല രീതിയിലുണ്ട്. അല്ലെങ്കിൽ ലോഹങ്ങളുണ്ട്, സ്വർണം, വെള്ളി, പഞ്ചലോഹം. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് 12,000 കല്ല് നേപ്പാളിൽ നിന്ന് ഗന്ധക നദിയിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അടുക്കി അതിൻ്റെ മുകളിൽ ശർക്കര യോഗം എന്നൊരു, അത് പറയാൻ പ്രയാസമാണ്, ഇദ്ദേഹം കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞുതരും, ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ തേച്ചിട്ട് തയ്യാറാക്കിയിരിക്കുകയാണ്. സാധാരണ 2 വിഗ്രഹമേ കാണൂ. ഒന്ന് അനക്കാൻ വയ്യാത്തതും ഒന്ന് വെളിയിലേക്ക് കൊണ്ടുവരുന്നതും. എന്നാലും എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ നോക്കൂ. അതിന് ഉത്സവ വിഗ്രഹം എന്ന് പറയും. ഇവിടെ പൂർണ്ണ വിഗ്രഹം, പിന്നെ അഭിഷേക വിഗ്രഹം, ഉത്സവ വിഗ്രഹം. പൂർണ്ണ വിഗ്രഹം, പ്രതിഷ്ഠ വിഗ്രഹം കിടക്കുകയാണ്. അഭിഷേക വിഗ്രഹം നിൽക്കുകയാണ്. ഉത്സവ വിഗ്രഹം ഇരിക്കുകയാണ്. ഇത് വേറെ അമ്പലങ്ങളിൽ അങ്ങനെ പതിവില്ല. പിന്നെ ഗോപുരം, സാധാരണ ഗോപുരം എന്ന് പറയുന്നത് രാജഗോപുരം എന്നാണ് പറയുന്നത്. പൊക്കം ഒരുപാട് വേണം. 10 നില, 12 നില, 13 നില അങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ 5 നിലയേ ഉള്ളൂ. പക്ഷേ ഇത് കെട്ടിയിരിക്കുന്നത് പ്രത്യേകിച്ചൊരു 6-6:15 മണിക്ക് പോയി കാണുകയാണെങ്കിൽ ഇതിൻ്റെ ഛായാരൂപം കാണുമ്പോൾ ഒരു വഞ്ചിയുടെ ഇതായിരിക്കും, ഒരു വള്ളത്തിൻ്റെ ആയിരിക്കും. വഞ്ചി, ഈ നാട്ടിൻ്റെ പേര് വഞ്ചി നാടാണ്. വഞ്ചി വള്ളമാണ്. വഞ്ചി എന്ന് വെച്ചാൽ കാണിക്കപ്പെട്ടിരുന്നുണ്ട്. അപ്പോൾ ഈ ഗോപുരം കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഹൃദയത്തിലുള്ള കാണിക്ക സമർപ്പിക്കാനുള്ള ഒരു സൂചനയും കൂടെയാണ്. അതാണ് വളരെ സ്പഷ്ടമായിട്ട് ഒരു പ്രത്യേകത ഈ ക്ഷേത്രത്തിനുള്ളത്. സാധാരണ ഒരു ക്ഷേത്രത്തിൽ ഒരു ഉത്സവമേ കാണൂ. ഇവിടെ 2 ഉണ്ട്. ഒന്ന് ക്ഷേത്രത്തിൻ്റെ ഉത്സവം, ഒന്ന് മഹാരാജാവ് സമർപ്പിക്കുന്ന ഉത്സവം. ഒന്ന് മീനമാസത്തിലും ഒന്ന് തുലാമാസത്തിലും, അൽപ്പശിയും പങ്കുനിയും. ഓടിച്ച് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഒരു പ്രധാന വ്യത്യാസങ്ങൾ. സ്വാതി തിരുനാളിൻ്റെ മരണത്തോടനുബന്ധിച്ച് ഈ വിഗ്രഹത്തിൽ കണ്ട രൂപത്തെക്കുറിച്ചുള്ള വിശ്വാസം അങ്ങനത്തെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അതൊന്ന്. 34ാമത്തെ തിരുവയസ്സിലാണ് നാട് വീങ്ങിയത്. അപ്പോൾ ശീലായ്മയായെന്ന് പറഞ്ഞപ്പോൾ സഹോദരനും സഹോദരിയും വന്ന് കാണാൻ ചെന്നു. ആഹാരമൊന്നും കഴിക്കുന്നില്ല, ഞങ്ങൾക്ക് വേണ്ടിയെങ്കിലും കുറച്ച് കഞ്ഞി കുടിക്കില്ലയോ? അപ്പോൾ എനിക്ക് വലിയ സുഖമൊന്നുമില്ലെന്ന് എണീച്ച് നടന്ന് കാണിച്ചു. കഞ്ഞി കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു പ്ലാവില കഴിച്ചു. പറഞ്ഞു ഇനി എന്ന് പറഞ്ഞു.
കാണുന്നോ കാണുമല്ലോ ഒന്നും ഇനിയെന്ന് മാത്രം പറഞ്ഞു. കഥ തുറന്നിട്ടില്ല. ഇതൊരു 10-10:30 മണിക്കായിരുന്നു. ഒരു 11 മണിക്കായപ്പോൾ എങ്ങനെയാണ് പറയുന്നത്, ദി ഹോളി ഓഫ് ഹോളീസ് സാങ്ക്ടം സാങ്ക്ടോറത്തിൽ മഹാരാജാവ് അകത്ത് നിൽക്കുന്നത് കണ്ടു, ആ പാദത്തിനടുത്ത്. അപ്പോൾ പൂജാരിക്ക് സംശയം, ഇപ്പോൾ എന്താ വേണ്ടത്, ഇപ്പോൾ മഹാരാജാവിനെ അറിയിക്കണോ, ദിവാനെ അറിയിക്കണോ, തന്ത്രിയെ വരുത്തണോ, ഇപ്പോൾ എന്താ വേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ കൂട്ടമണി എന്ന് പറയും, മഹാരാജാവ് നടന്നിങ്ങനെ കൂട്ടമണി അടിക്കും. അപ്പോൾ ആ ദേഹത്തിൽ നിന്ന് ആത്മാവിൻ്റെ വിയോഗ സമയത്ത് സമർപ്പണമായിരുന്നു. അതാണ് മഹാരാജാവിൻ്റെ വലിയൊരു ആൾക്ക് വിശ്വസിക്കാൻ വയ്യാത്തൊരു കാര്യമാണ്. ഈ മിലിറ്ററിയുമായിട്ടുള്ള എന്തെങ്കിലും ഒരു 37-38 ആയപ്പോൾ മഹാരാജാവ് പറഞ്ഞു, ഇനി കുറച്ച് ഡിസിപ്ലിനൊക്കെ വേണമല്ലോ, അപ്പോൾ പട്ടാളത്തെക്കുറിച്ച് ചെയ്യണം. അപ്പോൾ ഡിവാനെ വിളിച്ച് പറഞ്ഞു, കമൻഡാൻറ്റുമായിട്ട് സംസാരിച്ച് എന്താ വേണ്ടതെന്ന് നിശ്ചയിക്കണം. അപ്പോൾ അന്ന് ഡിവാൻ്റെ പേര് സർ മുഹമ്മദ് ഹബീബുള്ള എന്നായിരുന്നു. അദ്ദേഹം കേണലിനെ വിളിച്ചു പറഞ്ഞു, കേണൽ സ്റ്റുവർട്ട്, ദി മഹാരാജ വിഷസ് ഹിസ് ബ്രദർ ടു ബിക്കം എ ഓഫീസർ ഇൻ ദി തിങ്, വാട്ട് ഷിൽ വി ഡു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിൽ മേക്ക് മൈ ലെഫ്റ്റനൻറ്റ്. അപ്പോൾ ഡിവാൻ അങ്ങോട്ട് പറഞ്ഞു, വാട്ട് ഈസ് യുവർ റാങ്ക്? സോ ഐ എം എ ലെഫ്റ്റനൻറ്റ് കേണൽ. ദെൻ ഹി വിൽ ബി ദി സെയിം. അപ്പോൾ ലെഫ്റ്റനൻറ്റ് കേണലായി. കുതിര വിഭാഗത്തിൻ്റെ ഞാനൊരു മേധാവിയായിരുന്നു കുറേ കാലം. അത് സന്തോഷമുണ്ട്. കുതിരയെ കൊണ്ട് ഇതെല്ലാം ചെയ്യാം, അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ വെച്ചും അന്യദേശത്ത് പോയിട്ടും നമ്മളുടെ നല്ല പേര് വെച്ചുകൊണ്ടിരിക്കാനുള്ള പഠിപ്പുണ്ടായിരുന്നു. അന്ന് പറയും, ഒരു നല്ലവണ്ണം കുതിര സവാരി പഠിക്കണമെങ്കിൽ ഒരു 7 പ്രാവശ്യമെങ്കിലും വീഴണമെന്ന്. ഞാനൊരു 10-17 പ്രാവശ്യം വീണിട്ടുണ്ടോ. തിരുവനന്തപുരത്തെ പഴയ തലമുറ ഈ കഥകളിലെ രാജകുമാരനെ പറ്റി ഒരുപാട് ഓർക്കാറുണ്ട്. കഥകളിലെ രാജകുമാരനെ പോലെയുള്ള തിരുമനസിൻ്റെ ജീവിതത്തെ പറ്റി വളരെ സാഹസികനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. കുതിരപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ എപ്പോഴും 2 കൂട്ടുകാരുണ്ടാവും, അല്ലെങ്കിൽ ഒറ്റയ്ക്കായിരിക്കും. ചെറിയ റോഡുകളിലും എല്ലാം നിർഭയം സഞ്ചരിക്കും. അപ്പോൾ കാണുന്ന അനീതിയും എല്ലാം ശ്രദ്ധയിൽപ്പെടും. അതിനനുസരിച്ചുള്ള നടപടി ഉണ്ടാകും. ഇപ്പോൾ ഒരു ഭയത്തോടെയും അതുപോലെ സന്തോഷത്തോടെയും ഒക്കെ തിരുമനസിനെ പറ്റി പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. ഇത് എത്രത്തോളം ശരിയാണ്? പ്രാവെന്നും പരുന്തെന്നൊക്കെ പറഞ്ഞ് ചില അംഗരക്ഷകരൊക്കെ തിരുമനസിനുണ്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് കഥയാണോ സത്യമാണോ? അവർക്ക് പേരുണ്ട്. ഞാനങ്ങനെ അങ്ങനെ വിളിച്ചിട്ടില്ല. സാധാരണ ഞാൻ പോകുമ്പോൾ എൻ്റെ മുമ്പിൽ 2 അശ്വഭടന്മാർ കാണും, അതിൻ്റെ പുറകിൽ ഞാൻ കാണും. പിന്നെ ഈ അന്ന് ലായം എന്ന് പറയും, കുതിര, ആന, പശു, കാറിൻ്റെ ഒക്കെ ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം കാണും. പിന്നെ ഒരു 3-4 പേര് കൂടെ കാണും. തിരുവനന്തപുരത്ത് ഞാൻ പോകാതെ ഒരു ദിക്കുന്നില്ല. കുതിരയ്ക്ക് ഒരു ഇത്രയും സ്ഥലമുണ്ടെങ്കിൽ കുതിരയ്ക്ക് പോകാനൊക്കെ അവിടെയൊക്കെ പോയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഞാൻ ചെയ്യാൻ സന്നദ്ധനാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരിക്കൽ പോയപ്പോൾ ഈ മുമ്പിൽ പോയി ഞാൻ കുതിരപ്പം താഴെ വീണു. അപ്പോൾ അയാൾ താഴെ തന്നെ കിടന്നു. ഞാൻ പറഞ്ഞു, എണീച്ച് തിരിച്ച് കുതിരപ്പത്ത് കയറാൻ പറഞ്ഞു. അപ്പോൾ വിചാരിച്ചു, ഇയാൾ നിർദ്ദയനാണല്ലോ, ഇങ്ങനെ ഉപദ്രവിക്കുന്നില്ല, എന്നെ ആശുപത്രിയിൽ അയക്കുന്നില്ലല്ലോ. അപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ അയാൾ തന്നെ വന്ന ദിവസം ഭക്തിവിലാസത്തിൻ്റെ പുറവിൽ വലത്തുവശത്ത് അന്നത്തെ കാലത്ത് ഡ്രെയിനേജ് റോഡെന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു. ഈ റോഡിന് അപ്പുറത്തും ഇപ്പുറത്തും ഒരു 15 അടി താഴെയുള്ള ഡ്രെയിനുണ്ട്. അതിങ്ങനെ കെട്ടിയിരിക്കും, അത് കരിങ്കൽ കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ കുതിരയ്ക്ക് ഒരു ദിവസം അവധി കൊടുക്കണം. അപ്പോൾ തിങ്കളാഴ്ച കുതിരയ്ക്ക് ഉത്സാഹമായിട്ടിരിക്കും. ഓടിച്ചു വന്നപ്പോൾ കുതിര കയ്യിൽ നിൽക്കാണ്ടായി. അപ്പോൾ ഞാൻ വിട്ടില്ല. അപ്പോൾ കുതിര മാറി വന്ന് ഈ ഓടയ്ക്കകത്ത് ഞാനും കൂടെ വീണു. ഒരു പാതിയായപ്പോൾ കുതിര വേറെയും ഞാനും വേറെയും ഭാഗ്യമുണ്ടായി, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര പോകുമായിരുന്നു. വീണു. അപ്പോൾ എൻ്റെ കൈ മുറിഞ്ഞു. അപ്പോൾ കുതിര വെളിയെടുക്കാമെന്ന് ഓർത്തിരി 15 അടി പൊക്കം. അപ്പോൾ പിന്നെ താഴെ കൊണ്ടുവേണം കയറ്റാൻ. എന്നെ അവർ മുകളിൽ കയറ്റി. ഇവിടെ അടുത്ത് കുത്തപ്പ് കയറി ഞാൻ പോവുകയും ചെയ്തു. അപ്പോൾ അയാളെ പറഞ്ഞു, കണ്ടോ, തന്നെ കയറുമ്പോൾ ഞാനും കയറും, വ്യത്യാസമൊന്നുമില്ല. പിന്നെ കുറച്ച് പ്രായമാകുമ്പോൾ പിന്നെ എല്ലാവരും സമ്മതിക്കേണ്ടാണ് ഇപ്പോൾ കുതിര സവാരി ഇല്ലാണ്ടായത്. ഇപ്പോഴും കയറാൻ യാതൊരു മടിയുമില്ല. കാറ് പോലെ തന്നെ. മിനിഞ്ഞാന്ന് പോലും കാർ ഓടിച്ചു, ആരും അറിയണ്ട. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം വരുമ്പോഴേ അന്ന് ബാംഗ്ലൂരിലാണെങ്കിലും അതിൻ്റെ തലേദിവസം ഇവിടെ എത്തും. തിരുമനശ്ശേരിക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും എന്തോ വഴിയിൽ തടസ്സമുണ്ടായി. അവസാനം ആ കൃത്യസമയത്ത് എത്താനായിട്ട് തുടർച്ചയായിട്ട് തിരുമനശ്ശേരിനെ ഡ്രൈവ് ചെയ്തിട്ട് നേരം വെളുത്തപ്പോഴത്തേക്കും 4 മണിക്ക് അവിടെ നിന്ന് പുറപ്പെടും. 4 മണിക്ക് രാവിലെ ചാലയിലെത്തും. 100 മൈൽ ഞാൻ ഓടിക്കും, 100 മൈൽ ഡ്രൈവർ ഓടിക്കും. മാറി ഓടിച്ചോണ്ട് വരും. ബാംഗ്ലൂരിൽ നിന്ന്
തിരുവനന്തപുരം വരെ. ജസ്റ്റ് അണ്ടർ 500 miles. തിരുമനസ്സൂരിനോട് എപ്പോഴും കാണുമ്പോഴും ഒക്കെ മനസ്സിൽ വിചാരിക്കാറുണ്ട്, കാലത്തിൻ്റെ ഒരുപാട് മാറ്റങ്ങൾ നേരിട്ട് കാണാൻ തിരുമനസ്സിന് സാധിച്ചിട്ടുണ്ട്. കാലത്തിൻ്റെ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അനുകൂലമായ മാറ്റങ്ങളും മാത്രമല്ലല്ലോ, അല്ല, അപ്രതീക്ഷിതമായ പ്രതികൂലമായ മാറ്റങ്ങളും. തിരുമനസ് എങ്ങനെയാണ് ഇതിനെല്ലാം പൊരുത്തപ്പെട്ടിട്ടുള്ളതെന്ന് അത്ഭുതത്തോടെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സന്ദർഭം കിട്ടി ചോദിക്കുന്നു. നമുക്കൊരു ലക്ഷ്യത്തിലേക്കാണല്ലോ നമ്മൾ ജീവിതത്തിൽ പോകുന്നത്. ലക്ഷ്യം മാറുന്നില്ലല്ലോ. മറ്റൊക്കെ പത്മപത്രം വിവാംഭസ, സാധാരണ വെള്ളത്തിൽ വീണാൽ അത് നനയും. താമരപ്പൂവിൻ്റെ ഇലയിൽ വീണാലൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. വന്നോട്ടെ പൊക്കോട്ടെ, നമുക്കെന്ത് വേണം. ഇനി നമുക്ക് ചില കാര്യങ്ങൾ ഓർമ്മിക്കാനായിട്ട് കുറച്ച് ക്ലിപ്പിങ്സ് കാണാം. ഇത് എൻ്റെ അമ്മച്ചിയാണ്. ഇവിടെ അമ്മച്ചി എന്ന് പറയും, കൊച്ചിയിൽ നെയ്ത്തിയാരെന്ന് പറയും. വളരെ വിദഗ്ധനായ പേര് കേട്ട കേണൽ പണ്ടാലിയുടെ മകളാണ്. 45 സെപ്റ്റംബറിൽ കല്യാണം കഴിച്ചു. ഇത് എത്ര വർഷം മുമ്പ് എടുത്ത ഫോട്ടോ? ഇത് 56 എടുത്തതാണ്, ഇംഗ്ലണ്ടിൽ. ഇത് ഞാനെടുത്തതാണ് 1937. ചിത്രകൽ മഹാരാജാവിൻ്റെ ഏറ്റവും നല്ല പടങ്ങളിലൊന്നാണ്. ഒന്നാണ്. ഇത് എൻ്റെയാണ് 1926 എടുത്തത്, ഊട്ടിയിൽ. ഒരു യൂറോപ്യനാണ് എടുത്തത്. ഹിസ് നെയിം ഇസ് വില്ലി ബർക്ക്. ഇപ്പോഴും ആ പടം ഇരിക്കുന്നത്, ഒരു പേര് വന്നിട്ടില്ല അതിന്. ഇത് കുറച്ചൊരു ഒഫീഷ്യൽ ഡ്രസ്സിൽ ഇത് ഉപനയനം കഴിഞ്ഞിട്ട്. ഇത് പട്ടാളത്തിലിരുന്നപ്പോൾ. ഇത് കല്യാണ സമയത്ത്. കല്യാണത്തെ പറ്റിയും മക്കളെ പറ്റിയും ഒന്നും പറഞ്ഞിട്ടില്ല. വളരെ എളുപ്പമാണ് ഞങ്ങളുടെ കല്യാണം. 4 മിനിറ്റേ ഉള്ളൂ. കവടിയാർ പാലസിൽ വെച്ചായിരുന്നു. കുടുംബാംഗങ്ങളും കുറച്ച് വെളിയിൽ നിന്ന് വിളിച്ച അതിഥികളും ഉണ്ടായിരുന്നു. ഉടുപ്പൊക്കെ കഴിച്ചേ വരൂ, 2 കൊണ്ടും കൊടുത്ത. ഞാനിരുന്നു. അപ്പോൾ വധു വന്നു, അച്ഛനും അമ്മയും വിളിച്ചുകൊണ്ട് വന്നു. മൂത്തവരൊക്കെ കണ്ടു. എൻ്റെ അടുത്ത് വന്നു. ഒരു തട്ടത്തിൽ ഒരു കസവുമുണ്ടും ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളിയിൽ പൂക്കളുണ്ടാക്കിയത് അതും വെച്ചു. ഞാൻ തിരിച്ച് കയ്യിൽ കൊണ്ടുകൊടുത്തു. കഴിച്ചു, അങ്ങ് മാറി, തീർന്നു. ഇത്രയേ ഉള്ളൂ. പിന്നെ വൈകുന്നേരം ഗാർഡൻ പാർട്ടി ഉണ്ട്, ഡിന്നറുണ്ട്. അതൊക്കെ പിന്നെ വേറെ ഉള്ള ഇതേ ഉള്ളൂ. രാജകീയ വിവാഹം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ സങ്കല്പത്തിലൊരു ദിവസങ്ങളോളം പെണ്ണുങ്ങൾക്കാണ്, ആണുങ്ങൾക്കില്ല. എൻ്റെ സിസ്റ്ററുടെ കല്യാണം, എൻ്റെ കസിൻസിൻ്റെ കല്യാണമൊക്കെ ഒരാഴ്ച നടക്കുന്ന കല്യാണമാണ്. ശരി. മക്കൾ 2 പേരുണ്ട്. ഒരു ഡോക്ടറുമുണ്ട്, ഒരു സണ്ണുമുണ്ട്. അവർ രണ്ടുപേരും ഇപ്പോൾ ബാംഗ്ലൂരാണ്. നന്ദി ശശിഭൂഷൺ സാർ വന്നതിന്.